വേനൽ കടന്നു വരുന്ന പുതുമഴ പലപ്പോഴും മീൻപിടുത്തക്കാരുടെ ഉത്സവകാലം കൂടിയാണ്. പുതുവെള്ളത്തിൽ തുടിച്ചു പുളയ്ക്കുന്ന മീനുകളെ വലയിലാക്കൽ കുട്ടനാട്ടിലെ മനോഹര കാഴ്ചയും. ഊത്തപിടുത്തം എന്നാണ് ഈ മഴക്കാല മീൻപിടുത്തം അറിയപ്പെടുന്നത്. ഒരുമിച്ച് ഒട്ടേറെ വീശുവലകൾ തോട്ടിലേക്ക് വിരിഞ്ഞിറങ്ങുമ്പോൾ കണ്ടു നിൽക്കുന്നവരും മനസ്സുകൊണ്ട് ഒരു വലയെറിയും. നമുക്കൊന്ന് മനസ്സുകൊണ്ടൊരു വലയെറിഞ്ഞ് ആ ഊത്തപിടുത്തം ഒന്ന് കാണാം. അപ്പർ കുട്ടനാട്ടിലെ തലവടിയിൽ നിന്നുള്ള കാഴ്ചയാണിത്. ഒരു സംവിധായകൻ ഏകോപിപ്പിച്ചതെന്നോണം ഒരുമിച്ച് വീശുവലകൾ വലിയ വൃത്തം വരച്ച് തോടുകളിലേക്ക് വിരിഞ്ഞിറങ്ങുന്നു. പുതുവെള്ളത്തിൽ തുടിച്ചു കുളിക്കുന്ന ഊത്തമീനുകളെ വലയിലാക്കാനുള്ള ഈ വലയെറിയൽ കാലവർഷക്കാലത്തെ പതിവ് കാഴ്ചയാണ്. വാള, തൂളി, മഞ്ഞക്കുരി, കരിമീൻ, പള്ളത്തി, പരൽ എന്നീ ഇനങ്ങളുള്ള മീനുകളാണ് ഊത്തുകരക്കത്തിൽ വലയിലാകുന്നത്. ചിലർക്ക് ഇത് അന്നത്തെ കറിക്ക് വേണ്ടിയുള്ള പ്രയത്നമാണെങ്കിൽ മറ്റു ചിലർക്ക് മീനല്ല, മഴക്കാല വൈബാണ് പ്രധാനം. ആരെയും നിരാശപ്പെടുത്താതെ മഴ ചിലപ്പോൾ ഉച്ചത്തിലും മറ്റു ചിലപ്പോൾ മൃദുസ്വരം പോലെയും പെയ്തിറങ്ങുന്നു വലക്കിലുക്കത്തിൽ മീൻ നിറയ്ക്കാൻ. പുതുമഴ പെയ്യുമ്പോൾ വലിയ ജലാശയങ്ങളിൽ നിന്നും മീനുകൾ ആഴം കുറഞ്ഞ തണ്ണീർത്തടങ്ങളിലേക്ക് കയറി വരുന്ന പ്രതിഭാസമാണ് ഊത്തയിളക്കം. മുട്ടയിടാൻ വേണ്ടിയാണ് മീനുകളുടെ ഈ ദേശാടനം. ഊത്തപിടുത്തത്തിന് വീശുവല മാത്രമല്ല, ഒറ്റാലും ഉടക്കുവലയും അടിച്ചിലുമൊക്കെ ഉപയോഗിക്കാറുണ്ട്. റിപ്പോർട്ടർ, ആലപ്പുഴ.